ഇവന്റെ സിനിമയിൽ ഈ പറഞ്ഞ പൃഥ്വിരാജ് സുകുമാരന്റെ സിനിമയിൽ എപ്പോഴും അധികം കുറച്ച് വിമർശനങ്ങൾ കോൺട്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞൊരു ആരോപണം വരുന്നുണ്ട് അല്ലേ? എല്ലാ സിനിമയിലും ഇവൻ കോൺട്ര ചെയ്ത് നമ്മളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കോൺട്ര ചെയ്യുന്നു എന്നൊരു പരാമർശമുണ്ട്. മല്ലിക സുകുമാരൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ ജാതകം അതിനെക്കുറിച്ച് പരാമർശം നടത്തി ഇന്നലെ. ജാതകം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മേജർ രവീനെപ്പോലുള്ളവന്മാർ ഈ ഡയലോഗ് അടിക്കുന്നതെന്നൊരു ഡയലോഗ് വയ്ക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ജാതകത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നമ്മുടെ മേജർ രവിയെ പോലുള്ള ആൾക്കാർ വിമർശിക്കണം എന്നൊരു ഡയലോഗ് പൃഥ്വിരാജിന്റെ അമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗൈസ്. എന്നാന്നേലും ശരി ഗൈസ്, ഒഴിവാക്കേണ്ട സംഗതിയൊക്കെ തന്നെ. ഒരു കലാസൃഷ്ടിയാണ്, കാര്യം ശരിയാണ്. പക്ഷെ കലാസൃഷ്ടിയുടേതായ പ്രാധാന്യമുണ്ട് അല്ലേ? ഇപ്പൊ ഈ സംഘടനകളായാലും ശരി, എന്ത് സംഘടനകളായാലും ശരി. എനിക്ക് വേറെ ഡൗട്ട് എന്നാണെന്നറിയോ, നമ്മുടെ ഈ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഇത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ലൈവ് സെക്ഷൻ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചെയ്യുവാൻ പറ്റുമോ എന്ന് എനിക്ക് അന്നേരം കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ? അതിനെക്കുറിച്ചൊരു സാങ്കേതികപരമായ ഒരു വക്താവിൻ്റെ അനുഭവം കിട്ടേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഫേസ്ബുക്ക് ലൈവ് തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൂടെ കൂടി ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് റീച്ച് അല്ലേ? റീച്ച് കൂടുതൽ കിട്ടുമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇഫ് യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദാറ്റ്, പ്ലീസ് കമൻറ്റ്. If you have any awareness about that kind of activity. This live is we are going to discuss that live section through the Facebook അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം. ഇതിനകത്ത് കൂടി നമ്മൾ ഇതൊന്ന് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ വളരെ ഉപകാരമായിരുന്നു ഗൈസ്. നമുക്കറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഇറ്റ് വിൽ ബി എ ഗുഡ് വൺ ആയിരിക്കും അത് അല്ലേ? അതുകൂടി നമുക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിൽ റീച്ച് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തുമായിരുന്നു ലൈവ് സെക്ഷൻ. ഇതിപ്പോൾ അറിഞ്ഞു കേട്ടൊക്കെ പറഞ്ഞുകൊണ്ടല്ല ലൈവ് ഇടുന്നത്. അപ്പം ഇന്ന് വൈകിട്ട് എത്തുമെന്നാണ് പറയുന്നത് എമ്പുരാൻ അല്ലേ? കട്ടൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത സെൻസറിങ് ചെയ്ത നമ്മുടെ എമ്പുരാൻ്റെ ഇന്ന് വൈകിട്ടോടെ തിയേറ്ററിൽ കാണും. നാളെ വൈകിട്ടോടു കൂടിയാണ് ചിലപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി പ്രദർശനം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നാളെ ആയിരിക്കും വരുന്നത്. എന്നെ അന്നേരം അല്ലേ, വിവാദങ്ങളുടെ കളിത്തോഴനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എമ്പുരാൻ. പക്ഷെ വിജയമായിരിക്കും, സിനിമ മുടക്കുമുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്നാ പടം വന്നല്ലേ. പക്ഷെ നമ്മളെ ഈ ഹൈപ്പ് ചെയ്യത്രയും സംഭവം വന്നിട്ടില്ലെന്നൊരു അഭിപ്രായമുണ്ട്. ഇവന്മാര് ഹൈപ്പ് ചെയ്തില്ലേ എമ്പുരാൻ, അതാണ് ഇതാണ് വാങ്ങേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ആൾക്കാർ ഹൈപ്പ് ചെയ്തിരുന്നു. അത്ര ഒന്നും ഇല്ലെന്നൊരു അഭിപ്രായമാണ് കുറച്ച് പേര് പങ്കുവയ്ക്കുന്നത്. എന്തുമാത്രം യാഥാർത്ഥ്യം അതിനകത്തുണ്ടെന്ന് അറിയത്തില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഒന്നും കാണാനുള്ള അവസരം ലഭിക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ആദ്യത്തെ തിക്കൊന്ന് കരയട്ടെ. ആദ്യത്തെ തിക്ക് കഴിയുമ്പോൾ നമുക്കും കൂടി അതൊന്ന് കാണുവാനുള്ള അനുമതി കിട്ടുമോ എന്താണെന്നറിയത്തില്ല. അപ്പം BJP ഒക്കെ കടുത്ത ഭാഷയിൽ, ഓർഗനൈസറൊക്കെ കടുത്ത ഭാഷയിൽ പൃഥ്വിരാജിന്റെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ലൈവ് സെക്ഷനിൽ പോകുന്നത്. അപ്പോൾ ഈ ലൈവ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. കാരണം എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തോടാണ് കൂടുതലായിട്ട് വരുന്നത് ഗൈസ്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമായി നമുക്ക് തോന്നുന്നത്. ലൈവ് സെഷൻ നമ്മുടെ 10 മിനിറ്റിലോട്ട് പോവുക അല്ലേ? നമ്മുടെ ലൈവ് സെക്ഷൻ 10 മിനിറ്റിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ ഇതിലൊന്ന് പിടിച്ചു നോക്കുകയാണ്. റീടച്ച് ഓണെന്നാണ് കാണിച്ചിരിക്കുന്നത്, എന്താണെന്നറിയത്തില്ല അല്ലേ? റീടച്ച് ഓഫ്. ഈ റീടച്ച് എന്ന് പറഞ്ഞാൽ എന്തോടാ ചേർക്കുക? നമ്മൾ ലൈവ് പോകുമ്പോൾ ഈ സൈഡിൽ ഒരു ബാർ ഒന്നും ഇടത്തില്ല, അതിനകത്തൊരു 2-3 നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിനകത്ത് ഈ റീടച്ച് ഓഫ് എന്നും കാണിക്കുന്നുണ്ട്, റീചട്ട് ഓൺ എന്നും കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. റീടച്ച് ഓൺ, റീടച്ച് ഓഫ് എന്നും കാണിക്കുന്നുണ്ട്. ലൈവ് സെക്ഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റീചട്ട് ഓൺ, റീടച്ച് പിന്നെ